Yes. ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിലീഫിനെ കുറിച്ചിട്ടാണ്. ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നത് സ്വയത്തിലുള്ള വിശ്വാസം. എന്താണ് സ്വയത്തിലുള്ള വിശ്വാസം? അത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സ്വയം വിശ്വസിക്കപ്പെടുക, എന്നെ കൊണ്ട് അത് സാധിക്കും അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നൊക്കെ ഒരു സ്വയം വിശ്വാസം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ ഉള്ളത്. അപ്പോ എന്താണ് സ്വയത്തിലുള്ള വിശ്വാസം? അപ്പോൾ ഞാനൊരു ചെറിയ ഒരു കഥ പറയാം. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പഠനത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. വീട്ടിലുള്ള ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും പഠിപ്പിക്കാനൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ വിദ്യാർത്ഥിക്കാണെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഒരു ലക്ഷ്യമില്ലാതെ പോയിരുന്ന ഒരു ഒരു രീതിയിലുള്ള പഠനം. അപ്പൊ ആ രീതിയിൽ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു സാഹചര്യത്തിൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഫലമായിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും, ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒരു ലെവല് അല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫിൽ നിന്ന് മാറ്റാൻ വന്ന ഒരാളാണ് എന്നുള്ള ഒരു തോന്നലും, ആ തോന്നലിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവനക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഒരു എഡ്യൂക്കേഷൻ പരമായിട്ട് യാതൊരു ലക്ഷ്യവും ഇല്ലാത്ത ആ വിദ്യാർത്ഥി കൃത്യമായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചു. ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെ ആ വിദ്യാർത്ഥിയുടെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ആ വിദ്യാർത്ഥിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ എന്താണ് ട്രസ്റ്റ്? ഈ സെൽഫിലുള്ള വിശ്വാസം എന്നൊക്കെ പറയുമല്ലോ. എന്താണ് സെൽഫ് വിശ്വാസം, ബിലീഫ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ബേസിക്കലി ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഒരു സെൽഫ് ബിലീഫ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു സെൽഫ് വർത്ത് ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ട്. പക്ഷെ അത് എവിടെയാണ് എനിക്കൊരു വിശ്വാസം ഉണ്ടോ, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളത് ഓൾറെഡി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഉമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഉമ്മ ഒരു ഒരുപാട് കാത്തിരുന്നിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കുട്ടിക്ക് ജന്മം നൽകിയിട്ട് ആ കുട്ടി ഒരു 10 മാസത്തെ പ്രോസസ്സ് എടുത്ത് 9 മാസത്തെ പ്രോസസ്സ് എടുത്ത് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നോട് കൂടിയിട്ട് ആ ഉമ്മക്ക് അല്ലെങ്കിൽ ആ ഒരു അമ്മക്ക് ഒരു ട്രസ്റ്റ് വരുന്നുണ്ട് അല്ലേ, എന്നെ കൊണ്ട് ഇത് സാധിക്കും. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഞാനൊരു കുട്ടിക്ക് ജന്മം കൊടുത്തിരിക്കുന്നു. ഈ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ആ ഒരു ജേണി ഞാൻ കടന്നിരിക്കുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം. അപ്പൊ ഒരു റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് ആ ഉമ്മ പോയൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ്, ഒരു സെൽഫ് ബിലീഫ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോ ഒരു ഇപ്പൊ ഞാനൊരു സെയിൽസ്മാൻ ആയ കാരണം സെയിൽസ്മാന്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ, ബിലീവ് ദ പ്രോസസ്. പ്രോസസ്സിൽ വിശ്വസിക്കുക. എങ്ങനെയാ പ്രോസസ്സിൽ വിശ്വസിക്കുക? പ്രോസസ്സിൽ അങ്ങനെ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റും. അതിനേക്കാൾ അപ്പുറത്ത് ആ പ്രോസസ്സിനെ ആക്കിയ ഒരാളിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ബ്ലൈൻഡ് സ്പോട്ടിനെ വിശ്വസിച്ചിട്ടാണ് ഏതൊരാളും ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുന്നത്. ഒരു റിസൾട്ട് കാണുന്നുണ്ട്, ആ റിസൾട്ടിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, ഞാൻ ഇന്ന് ചെയ്യേണ്ട ആക്ഷൻ എന്താണ്, ആ ആക്ഷനിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ, എനിക്കത് ചെയ്യാൻ കഴിയോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക്കലി നമ്മളൊരു ദൈനംദിനം ചെയ്യുന്ന ആക്ഷൻസ്, ഈ ആക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ള പ്രവർത്തികളിലാണ് കൂടുതൽ ആളുകൾ ഈ സെൽഫ് ബിലീഫ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ദൈനംദിന കാര്യങ്ങൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പോൾ ടു ഡു ലിസ്റ്റ്, നമ്മൾ കഴിഞ്ഞ മാസ്റ്റർ മൈൻഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ടു ഡു ലിസ്റ്റ് ഉണ്ട് അല്ലേ. നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ
ഒരു ദിവസം എഴുതി വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ആ ടിക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൽഫ് ബിലീഫ്. ആ ഒരു സെൽഫിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, ഞാൻ ഇതൊക്കെ വളരെ ദൈനംദിനം ചെയ്യുന്നുണ്ട് എന്ന് സെൽഫിനോട് തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഈ ഡെയിലി ആക്ഷൻ ആയിട്ട് ചെയ്യുന്നത്. ഡെയിലി ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് ടിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് സെൽഫ് ബിലീഫ് ഇല്ലാത്തത്? സെൽഫ് ബിലീഫ് ഇല്ലാത്തത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എന്തുകൊണ്ട് സെൽഫ് ബിലീഫ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സെൽഫ് ബിലീഫ് ഉള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഓൾറെഡി ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരാള്, അയാൾക്ക് ഒരു പെർട്ടിക്കുലർ മേഖലയിലാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്, എന്നെ കൊണ്ട് അത് പറ്റുമോ എന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാത്തത് സെൽഫ് ബിലീഫിനെ ബാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ പ്രൊഫഷണലി ചില ആളുകൾ പല കരിയർ ബേസ് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയും, എന്നെ കൊണ്ട് അത് പറ്റൂല കേട്ടോ, എന്നെ കൊണ്ട് അത് ചിട്ടില്ല. എന്നാൽ കൃത്യമായിട്ട് മക്കളെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്ന ആളുകളാവും. അപ്പോ ഈ കൃത്യമായിട്ട് മക്കളെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള്, എൻ്റെ മോന്റെ കാര്യം എനിക്ക് വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബിലീഫ്, ഒരു ട്രസ്റ്റ് ആ ഒരു ഫാദറിനോ ആ ഒരു മദറിനോ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു ട്രസ്റ്റ് എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല? അവിടെയാണ് എൻ്റെ പ്രവർത്തികളെ കൃത്യമായി ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിനു വേണ്ടി ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടത്, എനിക്ക് കോൺഫിഡന്റ് വേണ്ട, എനിക്ക് വിശ്വാസം വേണ്ട ആ മേഖലയിൽ ഞാൻ എത്രമാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഡിസ്കഷനിൽ ഉള്ളത്. രണ്ടുപേരേ ഉള്ളൂ. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ഒരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. യെസ്. അപ്പോ എന്റെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സെൽഫ് ബിലീഫ് ഉണ്ടായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളുടെ സെൽഫ് ബിലീഫ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സ്റ്റോറി എന്താണ്? ദിസ് ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് ഓൾറെഡി നമ്മുടെ ഡിസ്കഷനിലുള്ള ആളുകൾ ഇന്ന് ലീവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ള ആർക്കും ഹാൻഡ് റൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ബ്രൈസ് സാർ ഉണ്ട് ഇവിടെ, ഷമീറ മാം ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഐക്യു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി ഉണ്ട്. എനിക്ക് വന്നു നമ്മളെ അത്തീക്കിന്റെ ഉമ്മ. യെസ്. ബ്രൈസ് സാറിന് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ടോ അതില്? അത് ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യന് വ്യക്തമാക്കാൻ. ഓക്കെ, എല്ലാവർക്കും സെൽഫ് ബിലീഫ് ഉണ്ട്, പക്ഷെ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ എനിക്കത് ഐഡന്റിഫൈ, എനിക്കും അവിടെ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഞാൻ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കൊരു വിശ്വാസമുള്ള ഒരു മേഖല ഉണ്ട്. അങ്ങനത്തെ ഒരു മേഖല ഏതാണ്, എന്താണ് ആ മേഖലയിലുള്ള ഒരു ഐഡന്റിറ്റി? അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഞാന് ക്ലിയർ ആണ്. യെസ്. ഞാനൊരു 3 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, ഗോളോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ഇത് തന്നെയാണ് കരിയർ, ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാന്നുള്ള. പക്ഷെ നമ്മള് എങ്ങനെയൊക്കെ നമ്മള് ഗോളും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വെച്ചപ്പോൾ നമ്മള് ചെയ്യാൻ പറ്റാത്ത കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോ നമ്മള് മുമ്പ് നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ള ആ ഒരു മേഖലയ്ക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളത്. അപ്പോ അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു വിഷനിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് പെട്ടെന്ന് എത്താനോ അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുത്തത്. അപ്പൊ ഇപ്പോഴും നമുക്ക് അതേപോലെ ഇനിയും ഇതേപോലെ ഓരോ ബിലീഫ്സ് ഉണ്ട്. അപ്പൊ അതും നമ്മള് ആക്ഷൻ എടുത്ത് തുടങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളത് നാളെ ചെയ്യാ എന്നുള്ള ഇങ്ങനെ നീട്ടി നീട്ടി പോവാണ്. ചില സമയത്ത് നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാലും അത് നമ്മള് പെട്ടാതെ ഇങ്ങനെ പോഡ്കാസ്റ്റിനേഷൻ ചെയ്തിട്ട് ഇങ്ങനെ പോകും രീതിയിലാണ്. എന്റെ ഇത്രയാണ് പറയാനുള്ളത്.
ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. ഇതില് പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ളത് അത് വേറെ ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി നമ്മളെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിർബന്ധിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. എനിക്ക് ഒരു ഓട്ടോ പൈലറ്റ്, ഇപ്പൊ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്ത് പല്ല് തേച്ച് കുളിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊരു ഓട്ടോ പൈലറ്റ് മോഡില് രാവിലെ എണീച്ചാൽ തന്നെ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ എനിക്ക് ഇതൊക്കെ പറ്റും, എനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റും, അതൊരു വിശ്വാസമാണല്ലോ. എനിക്ക് രാവിലെ എണീച്ചാൽ ഞാൻ ബ്രഷ് ചെയ്യും, വളരെ ഈസി ആയിട്ട് എനിക്ക് ബ്രഷ് ചെയ്യാൻ കഴിയും. ഞാൻ രാവിലെ എണീച്ചാൽ ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുളിക്കും. ബട്ട് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ വിത്തൗട്ട് എനി ഡൗട്ട് എന്നെ കൊണ്ട് അത് സാധിക്കും, ഞാനത് ചെയ്യും. ആ ഒരു പ്രോസസ്സ് ഉണ്ട്, ഓൾറെഡി എല്ലാവരുടെ ലൈഫിൽ ഉണ്ട്. പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ട ചില മേഖലയിൽ, ചിലപ്പോൾ അത് എൻ്റെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുന്നതിലാവാം, ചിലപ്പോൾ എൻ്റെ ബിസിനസ് ഓറിയന്റഡ് ആക്കി ഇരിക്കുന്നതിലാവാം, എന്നുള്ള ഒരു മേഖലയിൽ എനിക്കിതൊന്നും പറ്റുന്നില്ല. എന്താണ് അതിന് കാരണം? വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്. എനിക്ക് ദൈനംദിന കാര്യങ്ങളിൽ പല കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, ഞാൻ അത് ചെയ്യുന്നു. പക്ഷെ ചില മേഖലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ആർക്കും ആൻസർ ചെയ്യാം കേട്ടോ. ആർക്കും ഹാൻഡ് റൈസ് ചെയ്യാം. ആരിഫ് സാർ, ഷമീറ മാം, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. ആർക്കും ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇബ്രാഹിം സാറിന് തന്നെ പറയാം. വൈ യു കാൺ ടേക്ക് ആക്ഷൻസ്? ആരും ആക്ഷൻ എടുക്കാൻ റെഡി അല്ല. നമ്മള് ഒരു ഡിസ്കഷൻ മോഡിൽ പോകുന്നത് വേറെ ഒന്നുമല്ല, എല്ലാവരും ലീഡേഴ്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നിന്ന് നമ്മളിങ്ങനെ സെഷൻ എടുക്കാതെ പറഞ്ഞത്, അത് ഞാൻ ഞാൻ മാത്രം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളിടത്തേക്ക് എത്തും. അപ്പം അതിനപ്പുറം എല്ലാവരും വളരട്ടെ എന്നുള്ള ചോയ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും അതിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കും. യെസ്, ഇബ്രാഹിം സാറിന് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? നമ്മള് ആക്ഷൻ എടുക്കാത്തത് എന്താണെന്നുള്ളത് നമുക്ക് ഒരു മുന്നിൽ ഇപ്പോ ഞാന് മുമ്പ് ലൈവ് ഒക്കെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരുന്ന ആളാണ്. അപ്പൊ നമ്മള് ആക്ഷൻ എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ അതൊരു സിസ്റ്റം ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, പക്ഷെ നമ്മള് ആക്ഷൻ എടുത്ത് തുടങ്ങുന്നില്ല. അവിടെയാണ് ഇപ്പൊ ഓക്കെ. കുറെ നമ്മൾ പെർഫെക്ഷന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോൾ ഞാൻ ഇവിടെ ഏഹ്, ഇന്ന് നമ്മളുടെ ബിലീഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പോൾ ബ്രൈൻ സാർ പറഞ്ഞപ്പോഴാണ് അതിലൊരു പോയിന്റ് വന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എന്ത് കാര്യമാണ് നമ്മൾ ലൈഫിൽ ചെയ്തത്? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എപ്പോഴും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും എപ്പോഴാണ് അയാൾക്ക് വിശ്വാസം വരുന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ്. ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഒരു വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതാണ് സത്യമായ വഴി. ഇപ്പോ ഇവിടെ നമ്മൾ സത്യം പറയാന്ന് പല സെഷനിലും ഞാൻ കേട്ടിട്ടുള്ള, സത്യം പറയുക. എന്താണ് സത്യം? ഇപ്പൊ ബിലീഫ് എന്നുള്ള കാര്യം, ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങളെ എബിലിറ്റിയിൽ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട് അല്ലെ? ഒരുപാട് പേര് പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പല പാഷനായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഫാമിലിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. വാട്ട് ദേ ആർ ഡൂയിങ്, അവരവരുടേതായ മേഖലയിൽ അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്പേസ് ഉണ്ടാക്കാൻ എന്താണെന്നുള്ളത് അവരുടെ സെൽഫ് ബിലീഫാണ്, ആ സെൽഫ് തോട്ടാണ്. ആ സെൽഫിൽ അവർ കണ്ടംപ്ലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പല മാറ്റങ്ങളും മിറാക്കളും അവർക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സെൽഫ് ഡൗട്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? എൻ്റെ ഏത് മേഖലയിലാണെങ്കിലും എനിക്ക് വിശ്വാസം വേണ്ട ഒരു മേഖല, എന്നെ കൊണ്ട് അത് പറ്റും എന്ന് എനിക്ക് തോന്നിയ ഒരു മേഖലയിൽ കൃത്യമായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ആ മേഖലയിലേക്ക് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു ഹാഫ്
ഹാഫ് ആൻ അവർ എങ്കിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ? എനിക്കതിൽ പെർഫോം ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഈ ഹാഫ് ആൻ അവർ പോലും മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടാവുമ്പോൾ ഇവിടെ എവിടെയാണ് എന്നിലുള്ള വിശ്വാസത്തിന്റെ ഒരു ഇഷ്യൂ വരുന്നത്? എനിക്കത് പറ്റുന്നില്ല, എന്നെ കൊണ്ടത് നടക്കൂല എന്നൊക്കെ പറയുമ്പോൾ വളരെ സാഡായി നിൽക്കുമ്പോൾ എനിക്ക് അതിലൊരു ക്ലാരിറ്റി, ഇപ്പോ ബ്രൈൻ സാറ് പറഞ്ഞത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് അതിലൊരു ഗോളില്ല. നമ്മൾ മോട്ടിവേഷൻ തപ്പി നടക്കുകയാണ്. എനിക്കൊരു സെൽഫ് ബിലീഫ് ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ബിലീഫ് ഉണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സെൽഫ് ബിലീഫ് എന്നുള്ളത് ഓൾറെഡി എൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ ഉള്ളതിനെ വേറൊരു മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് വേണ്ടത് എന്നുള്ള റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റിയാലിറ്റി എന്നുള്ള രീതിയിലേക്കാവണം നമ്മളുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ ഞാൻ റെക്കോർഡിങ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയതാണ്, ഒരു കുറച്ച് ആളുകളും കൂടി ഈ ടോപ്പിക്കിലോട്ട് വന്നോട്ടെ. എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുക, എൻ്റെ ഇവിടെയുള്ള എന്നെ അറിയുന്ന ആളുകളെ അവരുടെ ഒരു ലീഡർഷിപ്പ് സ്കില്ല് വർദ്ധിപ്പിക്കുക, അവരുടെ ഫിയർ മാറ്റുക. ഇത് ഓൾറെഡി ഒരു ഫിയർ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എന്റെ ഫിയർ മാറിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പ്രോസസ്സിലൂടെ പോയാൽ ഏതൊരാളുടെ ഫിയറും മാറും, അയാളുടെ പേടിയും മാറും, അയാള് പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നതിനുള്ള ഫിയർ മാറും, ആ ഒരു പേടി പോവും. അത് പേടി പോയ ഒരാൾക്കാണ് അതിന്റെ റൂട്ട് ക്ലിയർ ആയി വരിക. അപ്പൊ ഓൾറെഡി നമുക്ക് പല മേഖലയിലും കൃത്യമായിട്ടുള്ള വിശ്വാസം ഉണ്ട് എന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ പാറ്റേൺ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് എങ്ങനെ സാധിച്ചത്? എനിക്ക് രാവിലെ എണീച്ച് നാളെ ഇന്ന കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള 100% വിശ്വാസം എനിക്കൊരു കാര്യത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യത്തിലില്ല എങ്കിൽ ആ ഉള്ള കാര്യത്തിൽ ഞാൻ എന്ത് പാറ്റേൺ ആണ് ഫോളോ ചെയ്തത്? എവ്രിബഡി ഈസ് യുണീക്ക് എന്ന് പറയാം. എല്ലാവരും യുണീക്കാണ് അല്ലെ? എല്ലാവരുടെ ആക്ഷൻസ് യുണീക്കാണ്, പ്രവർത്തികൾ യുണീക്കാണ്, സംസാരം യുണീക്കാണ്, തോട്ട് പ്രോസസ്സ് യുണീക്കാണ്, പല ചിന്തകളും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ യുണീക്ക് ആയിട്ട് പോലും എൻ്റെ ഐഡന്റിറ്റി എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പാറ്റേണുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എൻ്റെ ബിലീഫ് സിസ്റ്റത്തിന്റെ പാറ്റേൺ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ പാറ്റേൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ തന്നെ പല മേഖലയിലും നമുക്ക് വലിയ രീതിയിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ ഫിയർ എന്ന ഫാക്ടറിനെ നമ്മൾ എങ്ങനെ കടന്നു? പല മേഖലയിൽ നമ്മൾ ഫിയറിനെ കടന്നു. എന്നാൽ എനിക്ക് ഈ മേഖലയിൽ കടക്കേണ്ടതുണ്ട്, എനിക്ക് ഈ മേഖലയിൽ ട്രസ്റ്റ് ഉണ്ടാവേണ്ടതുണ്ട്, എനിക്ക് ഈ മേഖലയിൽ എന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ആ മേഖലയിലേക്ക് എനിക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻ്റ് ഉള്ള, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ട്രസ്റ്റ് ഉള്ള ഒരു മേഖലയെ പിക്ക് ചെയ്ത് അതിൻ്റെ പാറ്റേൺ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ കയറി എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഒരു വിദ്യാർത്ഥി നന്നായിട്ട് സ്റ്റേജിൽ കയറി സംസാരിക്കുന്നുണ്ട്, ഒരു കമ്പനിയുടെ പ്രസന്റേഷനൊക്കെ വരുമ്പോൾ അവൻ നന്നായിട്ട് PPT പ്രസന്റേഷനും അവൻ്റെ കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അവൻക്ക് എന്നാൽ കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒരാളെ മാത്രം ഒറ്റക്ക് മുന്നിൽ കണ്ട് സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണെങ്കിൽ ആ ആള് ഒരു പേഴ്സണലായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഈ പബ്ലിക് ഓഡിയൻസിനെ, വളരെ വലിയ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി കിട്ടിയ ഒരാൾക്ക് എങ്ങനെയാണ് എനിക്കത് വന്നത്? അങ്ങനെ നോക്കുമ്പോഴാണ് ആ വിദ്യാർത്ഥി ചെറുപ്പത്തിൽ മദ്രസയിലും സ്കൂളുകളിലൊക്കെ ഒരു പേടിയില്ലാതെ സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോഴാണ് അവന്റെ കമ്പനിയിൽ അവനക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അവന്റെ കമ്പനിയിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതിന് ഏറ്റവും ബേസിക് ആ വിദ്യാർത്ഥിക്ക് ചെറുപ്പത്തിൽ ഒരു സ്റ്റേജിൽ ഒരു അവസരം കിട്ടി എന്നുള്ളത്. ആ സ്റ്റേജിൽ അവസരമായിരുന്നു ആ വിദ്യാർത്ഥിയെ ആ കമ്പനിയുടെ ഏറ്റവും നല്ല പ്രസന്റർ ആക്കി മാറ്റിയത്. അപ്പോ അവിടെ ഒരു ഫിയറിനെ, എനിക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു ഫിയറിനെ വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് അവിടെ ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. അവിടെ ആ ആക്ഷൻ എടുത്തപ്പോ ആ കുട്ടിക്ക്, ആ വിദ്യാർത്ഥിക്ക്, ആ വിദ്യാർത്ഥിയുടെ ലൈഫ് തന്നെ മാറ്റം വരുത്തുന്ന ഏറ്റവും
ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്കില്ല് അവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഇനീഷ്യലി ബ്രേക്ക് യുവർ ചലഞ്ച്. നിങ്ങളെ ചലഞ്ചിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ആ ചലഞ്ചിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ ചലഞ്ച്? എനിക്ക് ഇന്ന മേഖലയിൽ ഒരു സെൽഫ് വെർത്ത് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള എൻ്റെ ചലഞ്ച് എന്താണ്? ഞാൻ എന്തിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അവിടെ പോയിന്റ് വൈസായി അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു പാറ്റേൺ ഓൾറെഡി ആ വിദ്യാർത്ഥിയുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ ആ പാറ്റേൺ കൃത്യമായിട്ട് ഈ ഇൻഡിവിജ്വൽ മീറ്റിംഗിലേക്ക് മാറ്റിയപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത ഏതൊരാൾക്കും ഹലോ, അസ്സലാമു അലൈക്കും. യെസ്, ആരായിരുന്നു? ആ, പറഞ്ഞോളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 1 മിനിറ്റ്. ഹലോ, ഇടയ്ക്ക് ഇങ്ങക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ടോ, അല്ലെ എനിക്ക് മാത്രമാണോ? ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആണ്. പകുതി ഞാൻ കേട്ടില്ല, സ്റ്റക്കായി ഇങ്ങനെ നിക്കുക. പിന്നെ എനിക്കിങ്ങനെ ആ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇത് ഒരു ഇത് ബേസിക്കലി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് സെൽഫ് ബിലീഫിനെ കുറിച്ചാണ്, സ്വയത്തിലുള്ള വിശ്വാസം. അപ്പോ അല്ല, നമ്മള് ഇപ്പൊ നിങ്ങള് സംസാരിച്ചത് ഈ സഭാകമ്പത്തിനെ കുറിച്ചിട്ടാണോ? എനിക്ക് അത്ര മനസ്സിലായത് ഇങ്ങനെ. അല്ല, അത് അതിന്റെ ഒരു പാറ്റേൺ പറഞ്ഞതാണ്. ഇപ്പൊ പല ആ, ആളുകൾക്കും പല അതിന് മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവും. എന്നെ കൊണ്ട് അത് ആ, പറ്റും. ഒരു ഉമ്മാക്കാണെങ്കിൽ ആ, മക്കളെ വളർത്തുന്നതിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡന്റ് ഒരു ഉണ്ടാവും. കോൺഫിഡന്റ് ഇല്ലേ? യെസ്. അത് പകുതി ഞാൻ കേട്ടില്ല. അത് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിയത് അതാണോ പറഞ്ഞത് എന്ന്. ഓക്കെ ആയിക്കോട്ടെ, ശരി. ഓക്കെ, താങ്ക് യു. ഉം. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ ഒരു മേഖലയിലുള്ള ഒരു പാറ്റേൺ പിക്ക് ചെയ്ത് ആ പാറ്റേൺ നമുക്ക് ഏത് മേഖലയിലേക്കാണോ ട്രാൻസ്ഫോർമേഷൻ വേണ്ടത് ആ മേഖലയിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ആക്ഷൻസ് എന്നുള്ളതാണ് പല ലൈഫ് ലെസൺസും എനിക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്തണമെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് നിങ്ങളെ മുന്നിൽ വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീഡ്ബാക്കിലേക്ക് കയറാം. ഒരു 7 മിനിറ്റ്സും കൂടി ഉള്ളൂ. നമ്മളുടെ സ്ട്രക്ചർ ഞാനൊന്ന് വാർക്കുന്നുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. എനിക്ക് അതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. യെസ്, എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? എന്റെ ഒരു വലിയ ഇപ്പോഴത്തെ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുന്നു, പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഉം. അപ്പൊ ആഹ് അതിങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ഇപ്പൊ വീഡിയോയിലൊക്കെ വന്നിട്ട് നമ്മള് ആക്ഷൻ എടുക്കുന്നത്. ബ്യൂട്ടിഫുൾ. ആഹ് പിന്നെ നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഡിസ്കസ് ചെയ്ത ടു ഡു ലിസ്റ്റും നമ്മളൊരു ടൈം ബോണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു, ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ഒരു ടേക്ക് അവേ ആയിട്ട് ഈ വീഡിയോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. യെസ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ആക്ഷൻസ് പറയുന്നതാവും ഇറ്റ്സ് ബെറ്റർ. നമ്മളെ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഒരാൾക്ക് ഉണ്ടായാൽ ഇറ്റ് വിൽ ബി സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഒരാളെങ്കിലും ഒരു ആക്ഷൻ ടേക്കർ ആക്കി മാറ്റുക എന്നതിനേക്കാൾ അപ്പുറത്ത് അയാൾ ഒരു സെൽഫ് ബിലീഫർ ആയി എന്നുള്ള അയാൾ തിരിച്ചറിയുക. ആക്ഷൻ ടേക്കർ പല മേഖലയിലും നമ്മൾ ഓൾറെഡി ആണ്. അത് അത് നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മളെല്ലാവരും ആക്ഷൻ ടേക്കർ ആണ് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഏത് മേഖലയിലേക്കാണ് അത് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ആ മേഖലയിലേക്ക് എനിക്ക് കൃത്യമായിട്ട് ആ ഒരു വിശ്വാസത്തെ കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളതാണ് ഒരു ടേക്ക് അവേ ആക്കി എടുക്കേണ്ടത്. എനിക്കൊന്നും ആർക്കും അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് പറയാനില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1 മിനിറ്റ് ഞാൻ തരാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. യെസ്, അങ്ങനെ ആർക്കും ഒന്നുമില്ലാന്ന് തോന്നുന്നു.
ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. നമ്മളൊരു കമ്മ്യൂണിറ്റി അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഏത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ ഒരു ടേക്ക് അവേ അവിടെ പറയുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ പല സെഷനിലും വരുത്താൻ പറ്റും. ഐ എം വെരി താങ്ക് യു ഫോർ ഓൾ. എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മയ്ക്ക്? എല്ലാവർക്കും ഒരേ സബ്ജക്റ്റ് ആയിരിക്കൂലല്ലോ ഉണ്ടാവുക. ഉം, പല വിധത്തിലുള്ള സബ്ജക്റ്റുകളല്ലേ ഉണ്ടാവുക. അതെ ഓരോരുത്തർക്കും ഓരോരുത്തരെ വളർച്ചയിലും ഓരോരോ ഘട്ടങ്ങളും ഉണ്ടാവും. അത് വ്യത്യസ്തങ്ങളും ആയിരിക്കൂലേ. യെസ്, തീർച്ചയായും ഏ തീർച്ചയായും. അപ്പോ ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറെ അത് പിന്നെ ഒരു കോൺഫിഡന്റ് ആയിരിക്കൂലല്ലോ ഒരു സാധാ പണി ചെയ്യുന്ന ഒരു കൈക്കോട്ട് പണിക്കാരൻ ഉണ്ടാവുക. അതെ തീർച്ചയായും. എന്റെ സംശയാട്ടോ. പക്ഷെ ഏ ടീച്ചർക്ക് അതില് നിങ്ങളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്റെ സംശയങ്ങളാ. യെസ് കാരണം ഞാൻ ഇന്നത്തെ ക്ലാസ് ഫുള്ള് കേട്ടില്ല. അതാ പ്രശ്നം. എനിക്ക് ആ സ്റ്റക്ക് ആയി പോയി. അപ്പൊ ഓക്കെ നിങ്ങൾ പറഞ്ഞ ഫുള്ള് എന്റെ മൈൻഡിലേക്ക് കേറിയില്ല. ഓക്കെ അപ്പൊ ഇത് അപ്പൊ അവർക്ക് കോൺഫിഡൻസ് വ്യത്യസ്തങ്ങളായിരിക്കൂലേ എന്ന് എന്റെ ചോദ്യം. തീർച്ചയായും തീർച്ചയായും. ആ ഇത് ആ ഓരോരുത്തർക്കും റിഫ്ലക്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ മേഖലയിലുള്ള കോൺഫിഡന്റ് ഉള്ള അല്ലെങ്കിൽ ഒരു സെൽഫ് ബിലീഫ് ഉള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ ഓൾറെഡി ഉള്ള പല മേഖലയുണ്ട്. ഇപ്പോ ആ ഒരു കൈക്കോട്ട് കിളക്കുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് അത് കിളക്കാൻ പറ്റും എന്നുള്ളത് അയാളെ വിശ്വാസമാണ്. എന്നൊരു ടീച്ചർക്ക് നന്നായിട്ട് ആ ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളത് ആ ടീച്ചർ വിശ്വാസമാണ്. അപ്പൊ ആ ടീച്ചർക്ക് വേണ്ട മേഖലയിൽ ഉം, കൃത്യമായിട്ട് ഒരു ടീച്ചർ ആവാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വേണ്ട മേഖലയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും വിശ്വാസം വരാൻ പറ്റും. അത് കൃത്യമായിട്ട് പ്രവൃത്തിയിലൂടെ ഏത് മേഖലയിൽ നമുക്ക് വിശ്വസിക്കാം, നിന്നെ കൊണ്ടത് പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമുക്ക് പല മേഖലയിലും വിശ്വാസം ഉണ്ട്, എന്നെ കൊണ്ടത് പറ്റും. അപ്പോൾ ഉം. എനിക്ക് വേണ്ട മേഖലയിൽ ആ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്താൽ അവിടെയും എനിക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് അവേ. അപ്പൊ ഇതിന്റെ എന്താ പറയാ അറബിയിലാണെങ്കിൽ പറയാം ലമീർന്ന്. അത് മടങ്ങുന്നത് ഈ ക്ലാരിറ്റിയിലേക്കാണോ? യെസ്, കൃത്യമായിട്ട് ഏ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഏത് ഏ മേഖലയിൽ നമുക്ക് കൃത്യമായിട്ട് ആക്ഷൻ എടുത്താൽ നമുക്ക് അവിടെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇവിടെ ഷമീറത്തെ പറഞ്ഞതുപോലെ എവിടേക്കാണോ ഫോക്കസ് അവിടേക്കാണ് എനർജി ഫ്ലോ ഉണ്ടാവുക. ഉം. ബേസിക്. ഇപ്പൊ എനിക്ക് നന്നായിട്ട് വായിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഞാൻ അതിമലാവും. നേരെ മറിച്ച് എനിക്ക് നന്നായിട്ട് സിനിമ ഒക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഞാൻ അതിലാണ്. പക്ഷെ എനിക്ക് വായിക്കാനുള്ള കഴിവ് ഞാൻ അതിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് എൻ്റെ എനർജി അവിടെ കൊടുത്താൽ എനിക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് എനിക്ക് എന്തോ ഉണ്ട്, അത് വേണ്ട മേഖലയിൽ കൊണ്ടുവച്ചാൽ ആ സ്കില്ലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു റിഫ്ലക്ഷനാണ് എനിക്ക് ഈ ടോപ്പിക്ക് റെഫർ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ടേക്ക് അവേ ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾക്ക് ഒരു മിനിറ്റും കൂടി ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഉം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏറ്റവും നല്ലൊരു താങ്ക് യു അറിയിക്കുകയാണ്. എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ശുക്രൻ. താങ്ക് യു നജ്മുദ്ദീൻ, താങ്ക് യു ഉം. സോ മച്ച്. നമുക്ക് കാക്കക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അറിയണ പോലെ നമ്മളുടെ കാര്യങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലേ. നല്ലൊരു എന്താ പറയാ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു എനർജി കിട്ടുന്ന ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ആക്ഷൻ ടേക്കേഴ്സ് ആവുക എന്നുള്ളത് തന്നെയാണ് എവിടെയാണെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക അല്ലേ. ഇൻഷാല്ലാ. താങ്ക് യു സോ താങ്ക് മച്ച്. യു. ഏതായാലും ഹൈറും ബർക്കത്തും ഒക്കെ നൽകട്ടെ എല്ലാവർക്കും. അതിനൊക്കെയുള്ള തൗഫീഖൊക്കെ അവിടെ നൽകട്ടെ. ആമീൻ. ഈ